കേരള കർണാടക റീജിയനിലെ SSCയുടെ ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ പിന്നാലെ ഇപ്പോൾ SSC CGLൻ്റെ പാൻ ഇന്ത്യ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. 37 ഇന്ത്യയിലെ സർക്കാർ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസികളാണ്. ഏകദേശം 14,582 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഡിഗ്രിയാണ് എല്ലാത്തിൻ്റെയും യോഗ്യത. 37 വിവിധ പോസ്റ്റുകൾ, അത് വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാ പോസ്റ്റുകളിലേക്കും ഉള്ള വേക്കൻസികളുടെ എണ്ണം അതിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്ക് വേണമെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. ഏജ് ബാർ 18-നും 30-നും ഇടയിലാണ്. അതിൽ SC ST വിഭാഗത്തിന് OBCക്ക് ഉള്ള അപ്പർ ഏജ് ലിമിറ്റിലുള്ള ഇളവുകളും ലഭ്യമായിരിക്കും. ചില 1-2 പോസ്റ്റുകൾക്ക് മാത്രം 20-30 ഏജ് കാറ്റഗറി വരുന്നത്. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും 18-30 എന്ന ഏജ് ബാറാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഒരു പ്രത്യേകത, ഫൈനൽ ഇയർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഇതിന് ആപ്ലിക്കേഷൻ അയക്കാം എന്നുള്ളതാണ്. പക്ഷേ 1/8/2025 അവരുടെ ഫൈനൽ ഇയർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് www.ssc.gov.in എന്ന് പറയുന്ന SSCയുടെ സൈറ്റിൽ തന്നെയാണ്. അല്ലെങ്കിൽ മൈ SSC മൊബൈൽ ആപ്പ് വഴിയും നമുക്കിതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇതിൽ 2 ടയറിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ടയർ 1 എക്സാം വരുന്നത് ഓഗസ്റ്റ് 13 മുതൽ 30 വരെ ആയിരിക്കും. 2025 ഓഗസ്റ്റ് 13 മുതൽ 30 വരെ ടയർ 1 എക്സാമിനേഷൻ നടക്കും. അതിനുശേഷമായിരിക്കും ടയർ 2 എക്സാം നടക്കുക. അപ്പോൾ പാൻ ഇന്ത്യ SSC CGL ആണ്. 37 തരം പോസ്റ്റുകളിലേക്കാണ് ഇത് നടക്കുന്നത്. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ഡിഗ്രിക്കാർക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിന് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്പർ ഏജ് ലിമിറ്റിൽ SC ST വിഭാഗത്തിനും OBCക്കുമെല്ലാം റിസർവേഷൻസും ഉണ്ട്. അപ്പം മറക്കാതെ ഇതിന് ആപ്ലിക്കേഷൻ വിടുക. കഴിഞ്ഞ ദിവസം SSC ഡിഗ്രി ലെവൽ ആപ്ലിക്കേഷൻ വിട്ടവർക്കും ഇത് വിടാം. ഇത് വേറെ നോട്ടിഫിക്കേഷനാണ്. മറ്റേത് കേരള കർണാടക നോട്ടിഫിക്കേഷനാണ് ഡിഗ്രി ലെവലിൽ വന്നിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 4th July 2025.